थोड़ा संभाल के। वो इजी पकड़ा था। ये इसी पकड़ा है, लेकिन इसका हार्ड देखो इतना। ഇതിനെ തൊട്ട് നോക്ക്, देखो देखो हाँ उसको थोड़ा सिखा, अच्छा सा वीडियो निकालो। देखो जाते ये होता नहीं हो। जैसे वीडियो पक्का मिल रहा है ना। हाँ എന്റെ അമ്മ नीचे से देखो जाने वाला। चलो നീ ഒരു കൈ കിടു, ഒരു കൈ മാറ്റി വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ അക്വേറിയം വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫിൽറ്ററും ആ സ്റ്റോൺസും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്താണ്. കംപ്ലീറ്റ് വെള്ളം റിമൂവ് ചെയ്തിട്ട് നമ്മൾ അക്വേറിയം വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. മീനെ എല്ലാം പിടിച്ച് ആദ്യം തന്നെ മാറ്റി ഒരു ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ ഫിൽറ്ററും ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പുതിയൊരു അക്വേറിയം മോഡൽ ചെയ്യാമെന്ന് വെച്ചു. ഫിൽറ്റർ സെറ്റ് ചെയ്യും. ക്യാൻസർ ഫിൽറ്ററാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യം സെറാമിക് റിങ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു ലെയർ സ്പോഞ്ച്, ഇച്ചിരി ഗ്യാപ്പുള്ള ടൈപ്പ് സ്പോഞ്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി കട്ടി കുറഞ്ഞ ടൈപ്പ് ടൈപ്പുള്ള അത് 2 പീസ് ഇട്ട് കൊടുക്കും. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ആക്ടിവേറ്റ് കാർബൺ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിലൊരു ഫിൽറ്ററോടെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അത്ര കണ്ടീഷനല്ല ഞാൻ. അപ്പോൾ അതിന് വേറൊരു ഫിൽറ്ററോടെ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. അതിൻ്റെ വീഡിയോ നമ്മൾ കുറേ തന്നെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്ടിവേറ്റ് കാർബണിനേക്കാളും കൂടുതലും പ്രയോജനം ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മുടെ ചിരട്ടക്കരിയാണ് കൂടുതലും. അതായത് എനിക്കൊരു പ്ലാന്റഡ് അക്വേറിയം ഉണ്ട്. പ്ലാന്റഡ് അക്വേറിയത്തിൽ തന്നെ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനകത്ത് കൂടുതലും ചിരട്ടക്കരിയും പിന്നെ നമ്മുടെ മെറ്റലും പിന്നെ മൂടിൻ്റെ കഷ്ണം ഇത് മാത്രമാണ്. പിന്നെ കുറച്ച് അതിനകത്ത് നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മൾ അടുത്തത് ഈ ചിരട്ടക്കരി അതിൻ്റെ മുകളിൽ ഇത്ര മാത്രം നമ്മൾ ഈ ഫിൽറ്ററിനകത്ത് സെറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. ഇത്ര ഉള്ളൂ ഫിൽറ്ററിനകത്ത് സെറ്റ് ചെയ്യാൻ.
ബോട്ടിൽ കണ്ടുകൊണ്ട് ആരും വിചാരിക്കേണ്ട ഇത് മിനറൽ വാട്ടർ അല്ല, നമ്മുടെ നോർമൽ വെള്ളം തന്നെയാണ്. അതായത് ഇവിടെ ചൂടുവെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ തലേ ദിവസമേ ബോട്ടിലിനകത്ത് പിടിച്ച് വെച്ച് തണുപ്പിച്ചിട്ട് ആ തണുത്ത വെള്ളം ഒഴിക്കുന്നു. വിചാരിക്കരുത് ബോട്ടിൽ കണ്ടിട്ട് മിനറൽ വാട്ടറിനടുത്ത് അക്വേറിയത്തിൽ ഒഴിക്കുന്നു. ഉണ്ടായിരുന്ന വെള്ളം തന്നെയാണ് ഇത്. കുറച്ച് ഇതിനകത്ത് ഒഴിച്ചു ഒരു എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 20% വെള്ളം അതിനകത്ത് ക്ലീൻ ചെയ്യാം, ഫുള്ള് ക്ലീൻ ആക്കും. ഇതിപ്പോൾ നമ്മൾ ഹോം ഷിഫ്റ്റ് ചെയ്യുന്നതും ഭയങ്കര ബുദ്ധിമുട്ടത് നമ്മൾ ഫുള്ള് വേണം. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പക്കറിന് ആദ്യം അക്വേറിയത്തിലോട്ട് ഫെദർ ജലം നല്ല വലുപ്പം, ഒരു ഭയങ്കര ഹാർഡാണ് ഇതിൻ്റെ സ്കിന്ന്. പതുക്കെ വെള്ളത്തിലോട്ട് വെക്കാം. അയ്യോ, പതുക്കെ വെക്കാൻ വേണ്ടി വന്നു, വെള്ളം കണ്ടു കഴിഞ്ഞിട്ട് ചാടും. പിടിച്ചിട്ട് കിട്ടിയില്ല. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ വലുപ്പം വീണ്ടും കൂടിയത് പോലെ. ഇത് ശർക്കരത്തിട്ടാണ്. ഇത് കാമാങ്കോയറ്റാണ്. കോഴിക്കാർപ്പാണ്. കോഴിക്കാർപ്പിനെ സൂക്ഷിച്ചു കൊടുക്കുക. ഭയങ്കര ചാട്ടക്കാരനാണ്. നേരത്തെ അക്വേറിയത്തിൽ നിന്ന് എടുത്തപ്പോഴും അത് ചാടി താഴെ പോയത്. കയ്യിലിരിക്കത്തില്ല, ഭയങ്കര ചാട്ടം. അതിനെ പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്നില്ല, അല്ലെങ്കിൽ കയ്യിലിരുന്ന് ചാടിപ്പോകും. ഇനി നിങ്ങൾ ഈ വെള്ളമായിട്ട് സിങ്ക് ആയിട്ടില്ല. ഈ പുതിയ വെള്ളമായതുകൊണ്ട് സിങ്ക് ആകാനായിട്ട് ഇനി സമയം എടുക്കും. പഴയ വെള്ളത്തിൽ കിടന്ന് അഴുക്കും ഇതെല്ലാം വീണ്ടും വേണം. അതിനെല്ലാം ഫിൽറ്ററായി തെളിഞ്ഞു വരും. നമ്മൾ ഗോൾഡ് ഫിഷ് ഇനത്തിൽപ്പെട്ട
അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞു. ഫുള്ള് സെറ്റായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ ബൈ.